എല്ലാ കാലമാദ്യമായി നിൽക്കുന്ന എല്ലാവിധ രീതിയിലുമുള്ള മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എം.ജി. സുകുമാർ അവർ ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ തലമുറയെ അനുഗ്രഹിക്കാൻ വേണ്ടി എത്തിച്ചെന്നിട്ടുള്ള NSSന്റെ ആദരണീയനായ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ അവർ ആശംസകൾ അർപ്പിക്കുന്ന കലാകാരന്മാരായ ശ്രീ അന്വരി കടമനിട്ട, ശ്രീ പ്രകാശ് അവർ, അതേപോലെ രഞ്ജിത് സാർ, ശ്രീകർ ടീച്ചർ, ഈ കലാലയത്തിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, പുത്തൻ പ്രതീക്ഷകളുമായി കടന്നു വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവർക്കൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് പന്തളം NSS കോളേജ് ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ NSS ഡയറക്ടർ ബോർഡ് മെമ്പർ, പന്തളം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ആരോഗ്യ സെക്രട്ടറിയുമായ ശ്രീ പന്തളം ശിവൻകുട്ടി അവർ, സ്വാഗത പ്രസംഗം നടത്തിയ മലയാള വിഭാഗം അധ്യാപകൻ പ്രദീപ് കുമാർ സർ, ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത കലാകാരൻ, സിനിമാ പിന്നണി ഗായകൻ ശ്രീ അന്വരി കടമനിട്ട, പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ, പോപ്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ പ്രിയ സുഹൃത്ത് ശ്രീ പ്രകാശ് വല്ലംകുളം, ഇതിന് കൃതജ്ഞത അർപ്പിക്കുന്ന ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ഡോക്ടർ ശ്രീകല ടീച്ചർ, FIUDP കോളേജ് തല കോർഡിനേറ്റർ രഞ്ജിത് സാർ, IQAC കൺവീനർ ജോത്സ്ന ടീച്ചർ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, പന്തളം NSS കോളേജിന്റെ ആദ്യവർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടന്നത്. ഈ ചടങ്ങ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ M.G. കുമാർ സാറിന് അക്കാഡമിക് കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്ന മാനേജ്മെന്റിന്റെ NSS ഡയറക്ടർ
അൻവീകരണ സർ, പ്രകാശ് മല്ലപ്പ, ശ്രീമതി സുമതി സർ, പ്രിയപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും കൃത്യമായി നമസ്കാരം പറയുന്നു. ഏകദേശം 12 മണിയോടുകൂടി നമ്മുടെ ലൈഫ് സ്ട്രീമിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങളില്ല. 4 വർഷ ബിരുദ പ്രോഗ്രാം, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, FIUGP എന്താണെന്ന് വളരെ വേഗം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാൻ ഒരു ആമുഖമായി മാത്രം ഇതിനെ കാണാം. ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1980 മുതൽ നമ്മൾ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഏകദേശം 75 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് പന്തളം NSS കോളേജ്. കേരള സർവകലാശാലയോട് കൂടിയാണ് നമ്മുടെ കോളേജ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ് NAAC അക്രഡിറ്റേഷനോട് കൂടി തന്നെയാണ് NSS കോളേജ് പന്തളം പ്രവർത്തിക്കുന്നത്. 16 ഡിപ്പാർട്ട്മെന്റ്സ്, 14 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. 7 PG ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, 3 റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്സ്. വിഷയത്തിലേക്ക് വരുന്നു. ഇതാണ് FIUGPയുടെ ഫുൾ ഫോം. എല്ലാവർക്കും അറിയാം, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ഒരു ഫ്ലെക്സിബിലിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് FIUG. തീർച്ചയായിട്ടും ഒരു പുതിയ ഫ്രെയിംവർക്കിലാണ് ഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. 3 വാക്കുകൾ: നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങളിൽ ഒന്നുകയായിരിക്കും ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പഠനം. ക്ലാസ് റൂംസിലേക്ക് ഒതുങ്ങുന്നില്ല വിദ്യാഭ്യാസം, ഫീൽഡ് ട്രിപ്പും ഒപ്പം ഇന്റേൺഷിപ്പും. ഈ കോളേജിൻ്റെ എൻ്റെ ഹൃദയ ഭാഷയിൽ പറഞ്ഞ ഒരു കോളേജല്ല, എൻ്റെ ഒരു ക്ഷേത്രം തന്നെയാണ്. ഞാൻ മുന്നോട്ടും യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ അനുഗ്രഹം വായിച്ചു ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സാറ് എനിക്ക് പന്ത്രണ്ട് ഏറ്റവും കൂടുതൽ പേര് ശരി പാടാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ പ്രിയങ്കരമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ വേദിയിൽ സംയുക്തരായുള്ള ബഹുമാനിയായ തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഈഷിത റോയി, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മെച്ചപ്പെട്ടതാണ് എല്ലാവരും സംബന്ധിക്കുന്നത്. അതിൻ്റെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് 2024-25 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നാളെ കോളേജ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ സനൽകുമാർ സാർ, വേദിയിൽ സദസ്സിലായിട്ടുള്ള ബഹുമാനിയെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 4 വർഷം ബിരുദ കോഴ്സുകളുടെ ഔപചാരികമായ ഉദ്ഘാടനമായിട്ട് നടന്നത്. കഴിഞ്ഞ വർഷം 3 വർഷം കോഴ്സുകളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 4 വർഷം കോഴ്സുകളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മുമ്പേ സംസാരിച്ചു വിശദീകരിച്ചിട്ടുണ്ട്. ഉപരിമണ്ഡലത്തിന് ആത്മായ പരിഗണന ഈ കോഴ്സുകൊണ്ട് കിട്ടുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. ഏവർക്കും നമസ്കാരം. FI വിജ്ഞാനോത്സവം 2024 കലാലയതല ഉദ്ഘാടനം അധ്യക്ഷ പദം അലങ്കരിച്ച ഈ കലാലയത്തിൻ്റെ പുരോഗതിയുടെ നെടുനായകത്വം വഹിക്കുന്ന പ്രൊഫസർ ഡോക്ടർ LG സനൽകുമാർ സാർ, ഒപ്പം തുടർച്ചയായ സാന്നിധ്യം കൊണ്ട് നമ്മെ ആനന്ദിച്ച സംഗീത പ്രതിഭകളായ അന്വേഷിക്കണമെന്ന പ്രകാശ് വള്ളം, സ്വാഗതം ആശംസിച്ച CLC മെമ്പർ ഡോക്ടർ മുത്തുമോഹൻ സാർ, ഉദ്ഘാടനം ഡോക്ടർ LG സനൽകുമാർ സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിയെ, ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഒരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഡിഗ്രി സംസ്ഥാന പറഞ്ഞ തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 4 വർഷം ഡിഗ്രി പ്രോഗ്രാമിലേക്ക് നിങ്ങൾ 12 കോളേജിന്റെ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ, നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് കിട്ടിയ സബ്ജക്ട് ചൂസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് കിട്ടാൻ സഹായിക്കുക. അധ്യാപകരുമായി ചേർന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ സഹായിക്കുക. മികച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തേടുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തേടി നിങ്ങളുടെ ബയോഡേറ്റ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വരുന്ന 4 വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് MSS കോളേജിൽ ചെലവഴിക്കാൻ സാധിക്കട്ടെ. ഇന്ന് അല്പം മുമ്പ് നമ്മൾ കേട്ട സരസ്വതി യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ LG സനൽകുമാർ, പ്രിയമുള്ള അധ്യാപകർ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, നമസ്കാരം. നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പാറ്റേൺ മൊത്തത്തിൽ പൊളിച്ചെഴുതിയ കാലമാണ് 2020. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് 4 വർഷം യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. അതിലേക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ടതുപോലെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥിനികൾ, വളരെ ദൈവികമായ ഒരു വേദിയിലാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. വളരെ പ്രശസ്തനായ VT കുമാരന്റെ കവിതാശകലം ഉദ്ധരിച്ചാൽ ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൻ തുടക്കമല്ല തുടിക്കുന്ന കരളിലെ തുടുത്ത താമരപ്പൂവില്ല. മറ്റു ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന 4 വർഷ ബിരുദ